എല്ലാവർക്കും നമസ്കാരം. എല്ലാ വ്യൂവേഴ്സിനും ബിൻസീസ് കിച്ചൻ്റെയും ഫാമിലിയുടെയും വക അഡ്വാൻസ്ഡ് ക്രിസ്മസ് വിഷസ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു ബണ്ണ് ഈസി ആയിട്ട് തയ്യാറാക്കാം. കുക്കറിലും അതുപോലെ തന്നെ ഓവനിലും ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഏലക്ക വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബണ്ണാണ്. സ്വീഡനിലെ ഒരു പ്രത്യേക ഐറ്റം ആണിത്. അപ്പോൾ എന്തായാലും ക്രിസ്മസ് പാർട്ടിക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അധികം താമസിയാതെ ഈ ബണ്ണ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു സോസ് പാനിലേക്ക് നമ്മൾ 4 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ബട്ടറാണ്, കട്ടിയുള്ളതാണ്. ഇതൊന്ന് ഉരുകി വരണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ബട്ടർ ഒന്ന് ഉരുക്കുക. ഇപ്പോൾ ബട്ടർ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 125 ml പാല് ചേർത്ത് കൊടുക്കുകയാണ്. കപ്പോളം പാലുണ്ടാകും. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ കുറച്ച് മധുരത്തിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരുപാടങ്ങ് തിളയ്ക്കണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു വലിയ ബൗളിലേക്ക് നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ മൊത്തത്തിൽ 2 കപ്പ് മൈദയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിൽ 1.5 കപ്പ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കിയുള്ള 1/2 കപ്പ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം 1/2 കപ്പ് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ആക്റ്റീവ് ഈസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഫെർമെൻറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബട്ടറിൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഈ ബട്ടറിൻ്റെ കൂട്ട് നമ്മൾ ചെറിയ ചൂടോട് കൂടിയാണ് ഒഴിച്ചത്, ഒരുപാട് ചൂടില്ല. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇത് എത്ര സമയം എടുത്ത് കുഴയ്ക്കുന്നോ അത്രയും നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ബണ്ണ് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 8 മിനിറ്റോളം കുഴച്ചിട്ട് ഇനി ഇതൊരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ആ സമയം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് വേണ്ടത്രയും പഞ്ചസാര 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. കാരണം ഞാനിവിടെ കുറച്ച് മധുരത്തിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി ഇതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഏലക്കാപ്പൊടിയാണ്. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബണ്ണിൻ്റെ ഉള്ളിലിരിക്കുന്ന ഫില്ലിങ്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ സമയം തന്നെ നമുക്കൊരു കുക്കർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അടികട്ടിയുള്ള പ്രഷർ കുക്കറിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഈ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊരു സ്റ്റീൽ റാക്ക് ഇതുപോലെ ഇറക്കി വെക്കുക. ഇനി ഇതൊരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഇത് നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷമാണ് കുക്കർ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. അപ്പോൾ കുക്കറെ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു മാവ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടി ഒന്ന് തൂവിയതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്നുകൂടെ കുഴച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ചപ്പാത്തിയുടെ റോളർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഏകദേശം നല്ല വലുപ്പത്തിൽ തന്നെ ഒന്ന് പരത്തി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബട്ടറും പഞ്ചസാരയും ഏലക്കയും കൂടി ചേർന്നാണ്. അപ്പോൾ ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏലക്കാപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൈസസ് ഇതിലെടുക്കാവുന്നതാണ്. നിങ്ങൾക്കിതിൽ ഏലക്കാപ്പൊടിക്ക് പകരം പട്ടപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഏലക്കാപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തേക്കും ഒരേപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു സ്പാറ്റില എടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്കിത് സ്പ്രെഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും.
അപ്പോൾ കുക്കർ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഓവനിലാണ് എടുക്കുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബണ്ണാണ്. കേക്കിൻ്റെ അത്രയും സമയം എടുക്കില്ല ഇത് കുക്കാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഇതുപോലെയുള്ള പലതരം ബൺസ്. അപ്പോൾ ഇതിൽ ഒന്നാണ് കാർഡമം, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് സിനമൺ റോളാണ്. അതൊക്കെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇനി ഇതുപോലെ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഫോൾഡ് ചെയ്ത് അകത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അടുത്ത സൈഡിൽ നിന്നും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ വശങ്ങളിൽ നിന്നും ഇതുപോലെ ഫോൾഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ കറക്റ്റായിട്ട് അതിനകത്ത് ഉണ്ട്, പുറത്തേക്കൊന്നും പോയിട്ടില്ല. ഇപ്പം 4 സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ചുകൂടെ പൊടിയിട്ടതിന് ശേഷം ഇതൊന്നുകൂടി ഒന്ന് പരത്തിയെടുക്കാം. ഈ ഒരു വീഡിയോ ഞാൻ പണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് വീഡിയോ ആയിട്ടല്ലായിരുന്നു, ജസ്റ്റ് പിക്ചേഴ്സ് ഇട്ടിട്ടായിരുന്നു. അപ്പോൾ ഇത് 2-3 പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്കിന് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ തന്നിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ച് പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് പുറത്തേക്ക് പോകരുത്. നിങ്ങൾക്ക് പോകുന്നുണ്ടെന്ന് തോന്നിയാൽ കുറച്ച് പൊടി കൂടി ഇട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മുഴുവൻ ഇതുപോലെ റോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പിസ്സ കട്ടർ അല്ലെങ്കിൽ ഒരു നൈഫ് വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ റിബൺ പോലെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൽ ഓരോ റിബണും എടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ റോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു റിബൺ അല്ലെങ്കിൽ 2 റിബൺ നിങ്ങൾക്ക് കൂട്ടി ചേർത്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരെണ്ണം ഇതുപോലെ എടുക്കുക, അതിനുശേഷം ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അതുപോലെ തന്നെയാണ്. അപ്പോൾ അതുപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം. ഞാനിവിടെ മധുരം കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരം ഇടണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മധുരം കൂട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ചെയ്യുക. ഇതിപ്പോൾ മുഴുവനും ഞാനിതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ വെച്ചിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതും ഇത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കറുത്ത മുന്തിരി വെച്ചിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു മുട്ടയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ഗോൾഡൻ കളറിൽ ഇതിൻ്റെ പുറം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് മുട്ട കഴിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലും ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ബ്രഷ് ഉണ്ടായിരുന്നു, സമയമായപ്പം അത് കണ്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സ്പാറ്റില വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ബ്രഷ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് അവനിലൊരു 15 മിനിറ്റ് 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കുക.
പെട്ടെന്ന് തന്നെ തയ്യാറാവുന്ന ഒരു ബണ്ണാണ്. അതുപോലെ തന്നെ കുക്കറിലും ഏകദേശം ഒരു 15 മിനിറ്റ് സെയിം ടൈം തന്നെ എടുക്കുള്ളൂ. നിങ്ങൾ 15 മിനിറ്റ് ആകുമ്പോൾ കുക്കർ തുറന്ന് നോക്കുക. ഇതിപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ പുറമേയും നല്ല ഒരു ഗോൾഡൻ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോഴാണ് കഴിക്കാനായിട്ട് നല്ലത്. അപ്പോൾ അടുത്ത ദിവസമൊക്കെ കഴിക്കുകയാണെങ്കിലും ഒന്നുകൂടി നല്ല ടേസ്റ്റാണ്. നിങ്ങൾ കുറച്ച് മധുരം എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. ഞാൻ മധുരം ഇട്ടത് കുറഞ്ഞു പോയി ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് കുക്കറിൽ എന്തായെന്ന് നോക്കാം. കുക്കറിലെയും ബേക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം അതും ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഏലക്ക വെച്ചിട്ടുള്ള ഈ ബണ്ണിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും അഡ്വാൻസ്ഡ് ക്രിസ്മസ് വിഷസ്. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. Happy